ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്ന പൂരം ഫിൻസർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ മാസം 15-ാം തീയതി കേരളത്തിലെ ബഡ്സ് അതോറിറ്റി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂരം ഫിൻസർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് RBIയുടെ അപ്രൂവലുള്ള ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. അവർ സ്വീകരിച്ചിരുന്നത് നോൺ കൺവെർജിബിൾ ഡിബെഞ്ചർ NCDS ആണ്. NCDS അവർ 553 ആളിൽ നിന്ന് ഈ ഒരു NCD കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ടോട്ടൽ 12,66,00,000 രൂപയുടെ NCD ആണ് ഇവർ കളക്ട് ചെയ്തിരുന്നത്. NCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കമ്പനിയുടെ മൂലധനത്തിലേക്ക് ഇവർ പണം നിക്ഷേപിക്കുക. അതൊരു നിശ്ചിത കാലയളവിൽ വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റോട് കൂടി 12%, 13% ഒക്കെയാണ് സാധാരണഗതിയിൽ ഇവരൊക്കെ ഓഫർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും ഇവർക്ക് ഇതിൻ്റെ മുതലും പലിശയും തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഒരു വർഷം തന്നെ മാക്സിമം 200 ആളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ സാധിക്കുക. എന്നാൽ ഇവർ അതും വയലേറ്റ് ചെയ്തിട്ട് 553 ആളിൽ നിന്ന് ഇതൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിവിധ കംപ്ലൈൻറ്റുകൾ ഈ കമ്പനിക്കെതിരെ വരികയും RBI അതിൻ്റെ രജിസ്ട്രേഷൻ തന്നെ കഴിഞ്ഞ വർഷം ക്യാൻസൽ ചെയ്തിട്ടുമുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിരവധി ആൾക്കാർ അവരുടെ പണം പോയതായിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും. അതിലാണ് അവസാനമായിട്ട് ബഡ്സിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി അറ്റാച്ച്മെൻറ്റ് ഓർഡർ ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. ബൈ.